ശരി, ഈ ഗോപൻ സ്വാമിയുടെ ഈ പറയുന്ന ആശ്രമത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ ഒരു അമ്പലം കെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾദൈവം അവിടെ ചില നഗ്നപൂജകളൊക്കെ നടത്തി എന്നൊക്കെ കേൾക്കുന്നത് ശരിക്കും ഒരു അതിശയം ഉളവാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു വാർത്ത വരുമ്പോ അതിനെ ചുറ്റിപ്പറ്റി പല കഥകളും വരും. പക്ഷെ അവരുടെ നാട്ടുകാർക്ക് പറയാനുള്ള കഥകൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള വലിപ്പം കൂട്ടി പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ഇങ്ങനെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ വെറുതെ വായി തോന്നിയത് അവര് വിളിച്ച് പറയുന്നില്ല. എന്നുവെച്ചാൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കോമഡി എന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, 2000 കിലോ ഭസ്മവും 250 എത്രയോ ഇതായിട്ടുള്ള കർപ്പൂരങ്ങളും പച്ചക്കർപ്പൂരങ്ങളൊക്കെ വെച്ചിട്ടാണ് രണ്ടാമത്തെ സമാധിയാക്കിയത് എന്നുള്ളത്. അപ്പൊ അത്രയും എന്താ പറയുന്നത്, ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊക്കെ ഒരാളെ കൊണ്ട് സമാധി ഇരുത്തി. ആ സമാധി ഇരുത്തിയ ആള് എത്രക്കാരനാണ്. നമ്മളുടെ ഈ കുറെ വീട്ടുകാർക്ക് ബുദ്ധിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ അത് കേട്ടിട്ട് സമാധി എന്ന് പറഞ്ഞ അന്ന് കാട്ടിക്കൂട്ടിയ നമ്മുടെ ഇത്രയും വലിയ ഭൗതികത വിളമ്പുന്ന എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്ന എനിക്ക് യാതൊരു വിധത്തിലും അതിനോട് ഇവരുള്ള ആൾക്കാരെ ചോദിച്ചു, നിങ്ങൾക്കെന്താ നാണമില്ലേ ഇങ്ങനെയൊക്കെ? എനിക്ക് യോജിപ്പില്ലാത്ത കാര്യം തന്നെയാണത്. എനിക്ക് ഒരു 0% പോലും എനിക്ക് യോജിക്കാൻ കഴിയും. അതെ അതെ. അപ്പൊ എന്തായാലും ആ കൂട്ടത്തില് ഒരു അയൽവാസിയുടെ ഒരു ചെറിയൊരു ക്ലിപ്പിങ് കുറച്ചൊരു ഇതായിട്ട് തോന്നി, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അയാൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് എങ്ങനെ തരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഈ വാർത്തയിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇത് പറയുന്നത്. എന്നാലും ഞാൻ എന്റെ മാന്യത പുറത്ത് പറയാം, പെണ്ണുങ്ങളെ ഡ്രസ്സ് ധരിക്കുന്നതിൽ ഇവിടെ വരെ മുൻകൂടുക, അങ്ങോട്ട് വേറെ ഡ്രസ്സ് പാടില്ല, അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇവിടെ പോകുന്നത്. അതെ, അങ്ങനെ ഉള്ള ഒരാള് ഇവിടെ ഒരു സുഖത്തിന് സ്വാമിയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. ഇത് അങ്ങനെ കണ്ണുപോലും കാണാതെ കിടന്ന ആളാണ്. ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളികയും കഴിച്ചിട്ട് വന്നു. അതായത് ഇയാളിവിടെ പറയുന്നത് ഇതിനകത്ത് പൂജയ്ക്ക് കയറുമ്പോ അല്ലെങ്കിൽ തൊഴാനായിട്ട് ചെല്ലുമ്പോ നമ്മള് വേറൊരാള് യേശുദാസ് എന്ന് പറയുന്ന ഒരാള് പറയുന്നുണ്ടായിരുന്നു നേരത്തെ. ആദ്യമൊക്കെ ഈ അമ്പലത്തിൽ നമ്മൾ പോകുമായിരുന്നു. ആദ്യമൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടൊക്കെ കൂടിയിട്ടാണ് ഇത് നടത്തിയത്. അവരുടെ ക്യാഷും എല്ലാം കൊണ്ടിട്ട് ആ അമ്പലം ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് അവര് പെട്ടെന്ന് 2014 അമ്പലം പണിയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലം പണിത് കഴിഞ്ഞപ്പോ ഇവരുടെ മാത്രമാണെന്ന് പറഞ്ഞ് വേറെ ആരെയും കേറ്റാണ്ടായി, അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് പോകും. പിന്നെ ആദ്യം കേറിയ സമയങ്ങളില് ആണുങ്ങള് അവിടെ കയറുമ്പോ മുണ്ടെടുത്ത് നോർമൽ നമ്മൾ അമ്പലങ്ങളിൽ കയറുന്ന പോലെ, പെണ്ണുങ്ങൾക്കും അരവരെയും വസ്ത്രം പാടുള്ളൂ. അതായത് മേൽവസ്ത്രം പാടില്ല, മാറിടം മറയ്ക്കാണ്ട് വേണം കയറേണ്ടതെന്ന്. അപ്പൊ അങ്ങനെയാണ് അവരുടെ കുടുംബത്തിലെ സ്ത്രീകളും കയറിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ പിന്നെ അങ്ങ് പോവാണ്ടായി. ഇങ്ങനെ ഒരു പ്രൈവസി അവർക്ക് വേണ്ടത് കൊണ്ട് ബാക്കിയുള്ളവരെ കയറ്റാണ്ട് പോയി എന്നാണ് ഇയാൾ പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു അയൽവാസി പറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു നുണ പറയേണ്ട ആവശ്യമില്ല അയാൾക്ക്. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പിലായതുകൊണ്ടായിരിക്കാം പുറത്ത് നാളെ കേട്ടാണ്ട് അവര് മൊത്തത്തില് അടച്ചുകൂട്ടി നിന്നിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പം പുരുഷന്മാർക്ക് അങ്ങനെ ഇപ്പൊ സ്ത്രീകൾക്ക് അങ്ങനെ കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അതിനിടയിൽ ഇവരുടെ കുടുംബക്കാർക്കിടയിൽ തന്നെ ഒരു നഗ്നപൂജ ഉണ്ടായിരുന്നു. നഗ്നപൂജ നടത്തിയിരുന്നു കുടുംബക്കാര് വന്നിട്ട്. കുടുംബക്കാരല്ലാണ്ട് വേറെ ആരും അമ്പലത്തിൽ കയറില്ല. ഇവരുടെ കുടുംബത്തിൽ മാത്രമുള്ള ശിവനാണത്. എന്താന്ന് വെച്ചാ നമ്മുടെ ഗുരുദേവനൊക്കെ പറഞ്ഞതുപോലെ 7 ശിവനാണ് എന്ന് പറഞ്ഞതുപോലെ അത് വേറൊരു മഹത്തായ കോട്ടിംഗ് ആണത്. പക്ഷെ ഇത് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ട ശിവനാണെന്ന് പറയും പോലെ അതെ, ഈ നൂറ്റാണ്ടിലാണെന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. എന്ന് വെച്ചാൽ എന്തായാലും അവിടെ പോയിട്ട് നഗ്നപൂജ നടന്നിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ഈ ആൾക്കാർക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതെ, ഉറപ്പായിട്ടും. അപ്പോ ഏതായാലും ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഇത്രയും സമാധിയിരുത്തിയേക്കുന്ന ആളെ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, 7 പേരെ വെട്ടിയ കേസിലെ പ്രതി. അങ്ങനെ നല്ല നല്ല പൂർവാശ്രമ ചരിത്രങ്ങൾ. അതെ. പിന്നെ ഇപ്പൊ ഈ കുടുംബക്കാരാണ് ഇത് നടത്തിയത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ കുടുംബക്കാര് വരുന്നതും പോകുന്നതും നാട്ടുകാർക്ക് അറിയാം. പക്ഷെ ഈ ഒരു മരണം നടന്നിട്ട്
നമ്മുടെ ഈ ചന്ദ്രസേനനോ അദ്ദേഹത്തെ പോലുള്ള കുറച്ച് എന്തിനോ കോമാളി വേഷം കെട്ടാൻ ചന്ദ്രശേഖരൻ. അപ്പൊ അവരെ പോലെയുള്ള കുറച്ചു പേരല്ലാണ്ട് ഈ കുടുംബക്കാര് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. അല്ല, ബന്ധുക്കൾ ഈ പത്രത്തിലും വാർത്തകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത്രയും നാൾ അവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന വീട്ടുകാര് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ അതെ ഇവിടെ ഇതുപോലെ നഗ്നപൂജ പോലെ എന്തെങ്കിലും സെറ്റപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് അതിലേക്കാണ് ചെല്ലുന്നതെന്ന് ഓർത്തിട്ട് ഇവരൊക്കെ ജീവനും കൊണ്ട് ഓടിയതുമായിരിക്കാം. എല്ലാ ബന്ധുക്കളും അല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഇതുപോലെ ഇയാൾ ആരോപിക്കുന്നത് പോലെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉറപ്പായിട്ടും അതെ അങ്ങനെയല്ല ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആയതായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചതിലേക്കല്ല, അവരും ഈ നഗ്നപൂജയിൽ പങ്കാളിയായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിട്ടുള്ളവര് നൈസായിട്ട് വലിഞ്ഞതുമായിരിക്കാം, അങ്ങനെയായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തും ആകാം. എന്തായാലും നഗ്നപൂജ സെറ്റപ്പ് അങ്ങനെ ഒരു സാധനം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടെ ഇപ്പൊ പുറത്ത് വരികയാണ്. നമുക്കത് വലിയ അതിശയോക്തി തോന്നുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അലങ്കൂര് നടന്നത് നമ്മൾ ഈ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള ഉത്തർപ്രദേശ് തുടങ്ങിയുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലൊക്കെയുള്ള പല നമ്മൾ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം ഉണ്ടാക്കുന്ന പല ഇത്തരം പൂജകളെ കുറിച്ചൊക്കെ. പിന്നെ ഇത് നിർവ്വാണനായി നടക്കുന്ന സന്യാസിമാരൊക്കെ ഉണ്ട്, അത് വേറെ. നമ്മൾ എന്തായാലും നമുക്ക് എലന്തൂരിലെ വിഷയം നേരിട്ട് കണ്ട് നമുക്ക് ഇത് വലിയ അതിശയായിട്ടൊന്നും തോന്നുന്ന കാര്യം. പക്ഷെ ഇതിന്റെ ഭാഗത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നമ്മുടെ നെറുകെ കയറാൻ വരണ്ട, നമ്മൾ പറഞ്ഞതല്ല. നിരവധിയുണ്ട്. ഈ കണ്ട ദൃക്സാക്ഷികൾ നാട്ടുകാർക്ക് ഇതെല്ലാം കണ്ട് തലവേദന എടുത്തിരിക്കുകയായിരുന്നു. എന്തിനും ഒരു പരിസമാപ്തി വേണം എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ആ നിയമമാണ് ഇവിടെയും ഉണ്ടായത് എന്ന് നമുക്ക് കരുതാം.